സമ്പത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, വലിയ സമ്പത്തൊക്കെ ഉണ്ട്, പക്ഷെ അവൻ്റെ ആവശ്യങ്ങളൊന്നും പൂർത്തീകരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഒരാൾ 5 നേരത്തെ നിസ്കാരം യഥാർത്ഥമായ രീതിയിൽ നിസ്കരിക്കാനെങ്കിൽ ഒന്നാമത്തെ ഓഫർ ഓൻ്റെ ജീവിതത്തിൽ ബർക്കത്താണ്. രണ്ടാമത്തെ ഓഫർ ഖബറിലെ ശിക്ഷ ഇല്ലാതാക്കി തീർക്കും. ഖബറിലെ ശിക്ഷ ഇല്ലാതാക്കി തീർക്കും. കാരണം ഉസ്മാൻ റളിയല്ലാഹു പറയുന്നുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു ഏറ്റവും കൂടുതൽ ഖബർ കാണുമ്പോൾ കരയുമായിരുന്നു. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിനോട് ചോദിച്ചു, എന്താ നിങ്ങളിങ്ങനെ കരഞ്ഞു വെച്ചു? പറഞ്ഞ് ആഖിറത്തിലെ ആദ്യത്തെ വീട് ഖബറാണ്. ആഖിറത്തിലെ ആദ്യത്തെ വീട് ഖബറാണ്. ആ വീട് ശരിയാണെങ്കിൽ ബാക്കിയുള്ള വീടൊക്കെ കറക്റ്റാണ്. ആദ്യത്തെ വീട്ടിൽ നരകാണെങ്കിൽ ബാക്കിയുള്ള വീട് മുഴുവൻ നരകാണ്. മൂന്നാമത്തെ നന്മ തിന്മ എഴുതിയ ഗ്രന്ഥം വലത് കയ്യിൽ വരും. ഒരാൾ 5 നേരത്തെ നിസ്കാരം യഥാർത്ഥമായി നിസ്കരിക്കുകയാണെങ്കിൽ നന്മ തിന്മ എഴുതിയ ഗ്രന്ഥം വലത് കയ്യിൽ തരും. നമുക്കറിയല്ലോ, SLCക്കോ അല്ലെങ്കിൽ +2 മാർക്കോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര സന്തോഷത്തോടു കൂടി അതായിട്ട് നടക്കല്, എത്ര റാഹത്തോട് കൂടിയിട്ടാണ് നടക്കല്. എല്ലാവർക്കും കാണിച്ചു കൊടുക്കും, ഇതാ എനിക്ക് ഇത്ര മാർക്കുണ്ട്, എനിക്ക് മാർക്കുണ്ട്. എന്നാൽ ഒരാൾക്ക് അതിന് മാർക്കൊന്നുമില്ല, ഓന് വേജാറിലാവും നടക്കല്. ബാക്കിയുള്ളവർക്കൊക്കെ ഇടകണ്ടിട്ട് നോക്കും, ഭയങ്കര നിരാശയിലാവും നടക്കല്. അതുകൊണ്ട് നന്മ തിന്മ എഴുതിയ ഗ്രന്ഥം വലത് കയ്യിൽ തരും. അതേപോലെ തന്നെ ഹിസാബ് കൂടാതെ സ്വർഗത്തിൽ കടക്കും. സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടക്കും. ഒരാൾ 5 നേരത്തെ നിസ്കാരമാണ്. ജമാഅത്തല്ലാത്ത നിസ്കാരേ ഇല്ല. മുനാഫിക്കീങ്ങൾക്ക് ഏറ്റവും ഭാരം കൂടിയ നമസ്കാരം സുബൈന്റെയും ഇഷാന്റെയും ജമാഅത്ത് നിസ്കാരം. നമ്മൾ നോക്കുക, നമ്മൾ മുനാഫിക്ക് നമുക്ക് ഇഷാവും സുബൈയും ജമാഅത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അവനക്ക് ഈമാൻ്റെ അടയാളമാണ്. ഒരാൾ സുബൈക്ക് പള്ളിക്ക് വരുന്ന ഈമാന്റെ കൊടിയും ഏന്തി വരുന്നതിനെ പോലെയാണ്. പക്ഷെ ഒരാൾക്ക് ബാക്കിയുള്ള കൊടി മുഴുവൻ പിടിച്ച്, പക്ഷെ ഈമാന്റെ കൊടി പിടിച്ചിട്ടില്ല ഒരു കാര്യമില്ല. ലോകത്തിന്റെ എല്ലാ കൊടികളും പിടിക്കുന്ന ഒരാളാണ്. പക്ഷെ ഈ ഈമാന്റെ കൊടിയും പിടിച്ചിട്ടില്ലെങ്കിൽ ദുനിയാവിൽ നഷ്ടമാണ്, ആഖിറത്തിന് നഷ്ടമാണ്. എന്താണ് ഈമാന്റെ കൊടി? സുബൈക്ക് പള്ളിക്ക് വരുന്നവന് ഈമാന്റെ കൊടി വേണ്ടി വരുന്നതിനെ പോലെയാണ്. സ്വയം ഈ ജീവിതം, ഈ നിസ്കാരത്തിൽ ഏതവസ്ഥയാണ് നമ്മൾ പുറം ജീവിതത്തിൽ വരണം. നിസ്കാരത്തിൽ നമ്മുടെ കണ്ണ് സുജൂദ് കറങ്ങി പുറം ജീവിതത്തിൽ അതേ അവസ്ഥ വരണം. നിസ്കാരത്തിൽ നമുക്ക് തോന്നിയതൊന്നും പറയില്ല. അള്ളാഹ് എന്താണോ പറയാൻ കൽപ്പിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എന്താണോ നമ്മോട് ഓതാൻ വേണ്ടി പറഞ്ഞത് അതേ നമ്മൾ ഓതുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എങ്ങനെയാണ് നിസ്കരിച്ചത് അങ്ങനെ തന്നെ നമ്മൾ നിസ്കരിക്കുള്ളൂ. ഇതേനാണ് നമ്മൾ പുറം ജീവിതത്തിൽ വേണ്ടത്. നിസ്കാരത്തിൽ ഏത് അവസ്ഥ. നിസ്കാരത്തിൽ നമ്മൾ കൈകൊണ്ട് വേണ്ടാത്രൊന്നും ചെയ്യില്ല. അള്ളാഹിന്റെ ഹുക്കും എന്താണ് അതുപോലെ നമ്മൾ കൈയിട്ടുള്ളൂ. അതേപോലെ തന്നെ പുറം ജീവിതത്തിൽ നമ്മുടെ കൈകൾ അതുപോലെ തന്നെ ആണോ. നമ്മളെ കണ്ണ്, കൈ, കാല്, മൂക്ക്. ഒരാൾ 5 നേരം നിസ്കരിക്കുന്ന ഒരാളെ പറ്റി എന്താ ആളുകൾ പറഞ്ഞേ, ഓ അങ്ങനെയൊന്നും ചെയ്യില്ല. കാരണം എന്താണ്, 5 നേരം നിസ്കരിക്കുന്ന ഒരാൾക്ക് തെറ്റും പറ്റൂല. കാരണം ഓന്റെ ജീവിതം നിസ്കാരവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും. നിസ്കാരം എന്തായാലും നമ്മൾ നിസ്കാരത്തിന്റെ ഫിഖ്ഹായ കാര്യങ്ങൾ ഉലമാക്കളെടുത്ത് പഠിക്കണം. ആലിമീങ്ങളായിട്ട് ബന്ധം വേണം. അത് ജീവിതത്തിൽ വേണം. ഏത് സമയവും ദിക്റിൽ അള്ളാഹുവിന്റെ സ്മരണയിൽ കഴിഞ്ഞു കൂടണം. ഏത് സമയവും അള്ളാഹുവിന്റെ സ്മരണയിൽ, എല്ലാ സമയത്തും അള്ളാഹിന്റെ ഹുക്കും എന്താണ്, അള്ളാഹിന്റെ കൽപ്പന എന്താണ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാണിച്ചത് എന്താണ്, ഈ ചിന്തയിൽ നമ്മൾ കഴിഞ്ഞു കൂടണം. എല്ലാ സമയത്തും ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സ്മരണയാണ്. എല്ലാ സമയത്തും പള്ളിക്ക് വരുമ്പോൾ എന്താണ് ചെല്ലേണ്ടത്, പള്ളിക്ക് നിന്ന് ഇറങ്ങുമ്പോൾ എന്താണ് ചെല്ലേണ്ടത്, ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ദിക്റുകൾ ഫുൾ അള്ളാഹുവിന്റെ സ്മരണയിൽ. കാരണം നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മളെ കൂടെ അള്ളയുണ്ട്. ഞാൻ ഇപ്പോൾ അടുത്തൊരു കോട്ടയത്ത് ജമാഅത്ത് പോയി. ഒരു ഉൾഗ്രാമമാണ്, എരുമേലി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഉൾഗ്രാമത്തിൽ ഒരു ചെറിയ കട, സ്കൂളിൻ്റെ അടുത്ത് കുറേ ഫാൻസി കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊരു പുസ്തകം വാങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ഉണ്ട്, നിങ്ങൾ CCTV ക്യാമറ നിരീക്ഷണത്തിലാണ് നേരിട്ടൊരു ബോർഡ് അവിടെ. അതായത് നിങ്ങൾ ടിവിൻ്റെ, അതായത് നിങ്ങളെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. CCTV പറഞ്ഞാൽ നിങ്ങളെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ബോർഡ്, ഒരു ചെറിയ കട. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ച്, ഇത്രയും ചെറിയൊരു കടയിൽ ഒരു CCTVൻ്റെ ക്യാമറ വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് വെക്കാനുള്ള കപ്പാസിറ്റി, കാരണം അതിൻ്റെ ഏകദേശം റേറ്റൊക്കെ എനിക്കറിയാം. ഏകദേശം ഒരു 10 റുപ്യ, 15 റുപ്യ, 20 റുപ്യ വരും. 20 റുപ്യൊക്കെ മുടക്കിയിട്ട് ഈ ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ടൊരു, അതും എന്താണ് ഫാൻസി കടയാണ്. ഈ ചെറിയ കുട്ടികളൊക്കെ വന്നാൽ ആ മോതിരം, അതൊക്കെ വാങ്ങുന്ന കടയാണ്. അപ്പോൾ ഞാൻ ചോദിച്ച് അയാളോട് പറഞ്ഞു, ഇവിടെ CCTV ക്യാമറ ഒന്നും ഇല്ലല്ലോ, നിങ്ങൾ വെറുതെ പറഞ്ഞല്ലോ ചോദിച്ചു. അപ്പോൾ അവരെ പറഞ്ഞ്, ഇവിടെ സ്ഥിരമായിട്ട് പെൺകുട്ടികളും ആൺകുട്ടികളും വരും. എന്നിട്ട് എന്താ ചോദിച്ചാൽ സാധനം അടിച്ചു മാറ്റും, അവിടുന്ന് ഇവിടുന്നൊക്കെ സാധനം അടിച്ചു മാറ്റും. അപ്പോൾ ഈ ബോർഡ് വന്നോട് കൂടിയിട്ട് ഒലക്കെ ഭയത്തിലാണ്, എവിടെ ക്യാമറ എന്ന് ഓൽക്ക് അറിയില്ല. കാരണം ഒരു സാധനം മുമ്പ് കുട്ടികൾ അതെന്താ വെച്ചിട്ട് ഇവിടുന്ന് എടുക്കും. കുട്ടികൾ പിന്നെ കളവ് നടത്തൂല. കുട്ടികൾ എന്താ ചെയ്യില്ല അടിച്ചു മാറ്റുക ചെയ്യല് അല്ലേ. അടിച്ചു മാറ്റലൊക്കെ പിന്നെ മറ്റേ ഇടത് ഭാഗത്തൊരു മലക്കുണ്ട്, വലതു ഭാഗത്തൊരു മലക്കുണ്ട്, പിന്നെ നടുവിലൊരു മലക്കുണ്ടല്ലോ അല്ലേ.
രണ്ടും അല്ലാത്ത ഏതാണ്? അള്ളാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ. നമ്മുടെ ചെറുപ്പത്തിലൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്നിങ്ങ അവരൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും. നമ്മളൊക്കെ സ്കൂളിലൊക്കെ LP സ്കൂളിൽ UP സ്കൂളിലൊക്കെ പോയിരുന്ന കാലത്തൊക്കെ, അന്നത്തെ കാലത്തൊന്നും മറ്റേ ഈ സാധനങ്ങളൊന്നും ഇല്ല. അന്നൊക്കെ മെയിനായിട്ട് നാരങ്ങ മറ്റേതൊക്കെയാണ് അടിച്ചു മാറ്റൽ. അള്ളാഹു നമുക്ക് മാപ്പാക്കി കൊടുക്കട്ടെ. നമ്മൾക്ക് തമാശക്ക്, രസത്തിന്, സ്നേഹിതന്മാരുടെ ഇടയിലൊക്കെ പേരെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യും. എത്ര വലിയ തിന്മേന് അവരെ മക്കളോ അവരെ അനന്തരമായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാപ്പ് ചെയ്യിപ്പിക്കണം. കാരണം നാളെ ആഖിറത്തിൽ അതിൻ്റെ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല, പിടിക്കാൻ പാടില്ല. അപ്പോൾ അവിടെ എന്താണ്, ആ ഒരു ക്യാമറ ഉണ്ടെന്ന് കേൾക്കുന്നതോട് കൂടി ആ കുട്ടികൾക്ക് എന്ത് പറയുന്നത്, ഭയം വരികയാണ്. പക്ഷെ നമ്മുടെ ഹൃദയത്തിന് വേണം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ക്യാമറ ഫിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ ഇടത് ഭാഗത്തുണ്ട്, വലത് ഭാഗത്തുണ്ട്. നമ്മൾ ഒറ്റക്കാണ്, രണ്ടാമതായിട്ട് അള്ളാഹു ഉണ്ട്. ഈ ഒരു സ്മരണയിൽ നമ്മൾ കഴിഞ്ഞു കൂടണം, ഈ ഒരു സ്മരണയിൽ. അപ്പം നമുക്ക് എന്താവും, നമുക്ക് തഖ്വ, നമുക്ക് അള്ളാഹുമായിട്ടുള്ള ഒരു കണക്ഷൻ വരും. അത് വന്നാലാണ് നമ്മുടെ പുറം ജീവിതത്തിൽ ഓരോ നമ്മുടെ മാതാപിതാക്കളുള്ള കണക്ഷന്. ഉമ്മാന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന കാബ നോക്കിക്കുന്നതിന് പ്രതിഫലമാണ്. ഉമ്മാന്റെ മുഖത്തേക്ക് വെറുതെ ഇങ്ങനെ നോക്കി നിന്നാൽ കാബ നോക്കിക്കുന്നതിന് പ്രതിഫലമാണ്. എത്ര വലിയ പ്രതിഫലമാണ്, എത്ര വലിയ പ്രതിഫലമാണ് ഇത്. ചെറിയ കാര്യമാണ്. അള്ളാന്റെ ഇഷ്ടത്തിന് വേണ്ടി ചെയ്താൽ മതി. ഉമ്മാന്റെ സ്നേഹം കിട്ടും ചെയ്യും, കാബ നോക്കിക്കുന്ന പ്രതിഫലം കിട്ടും. ഒരു മുസ്ലിമിന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്ന സ്വതക്ക ചെയ്ത പ്രതിഫലമാണ്. ഒരു മുസ്ലിമിന്റെ കൈ പിടിച്ച് കഴിഞ്ഞാൽ അവന്റെ പാപങ്ങളും മാപ്പാക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ നിഅമത്ത് ചെയ്തിട്ടുള്ളത്, എത്ര വലിയ അനുഗ്രഹങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഒരാൾ ഒരു നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചാൽ മതി, അപ്പം തന്നെ ഓന്റെ പേരിൽ ഒരു ഫുൾ നന്മ ചെയ്തു. അഥവാ ഓൻ ആ നന്മ ചെയ്ത് കഴിഞ്ഞാൽ 10 ഇരട്ടിയാക്കി ചെയ്തു, 10 ഇരട്ടിയാക്കിയിട്ട് ചെയ്തു. ഇനി ഒരാൾ ഒരു തിന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു, അല്ലെങ്കിൽ തിന്മ ചെയ്യാനൊന്ന് തീരുമാനിച്ചു. പക്ഷെ അവന്റെ പേരിൽ എന്ത് ചെയ്തില്ല, ഒന്നും എഴുതൂല. ഇനി അവനാ തിന്മ ചെയ്താൽ ഒന്നേ എഴുതുള്ളൂ. ഇവിടെ ഒരു നന്മ ചെയ്താൽ 10 ആക്കും, നന്മ ചെയ്ത് തീരുമാനിച്ചാൽ അത് 1 ആകും, നന്മ ചെയ്താൽ 10 ആകും. ഇവിടെ ഒരാൾ തിന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിചാരിച്ചു, അവന്റെ പേരിൽ ഒന്നും എഴുതൂല. അതുപോലെ ഒരു തിന്മ ചെയ്താൽ ഒരു തിന്മ എഴുതുള്ളൂ. ഇത്ര വലിയ അള്ളാഹു. ഇനി ഒരാൾ ഒരു തിന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തീരുമാനിച്ചു, തിന്മ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച പ്രശ്നം, എൻ്റെ അള്ളാഹ് കാണുമല്ലോ, നാളെ അള്ളാഹ് എന്നെ പിടിക്കുമല്ലോ, ഇത് ചോദ്യം ചെയ്യപ്പെടുമല്ലോ എന്ന് കരുതിയിട്ട് അവൻ പിന്മാറി കഴിഞ്ഞാൽ അപ്പോഴും അവൻ്റെ പേരിലൊരു നന്മ ചെയ്തു. എത്ര നല്ല അള്ളാഹു. അള്ളാഹ്ക്ക് നമ്മളോട് എത്ര ഇഷ്ടമാണ്. അള്ളാഹ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്, നമ്മോട് ചോദിക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. കണ്ണിൻ്റെ ഉള്ളിൽ കരണ്ട് കുടുങ്ങിയാൽ ഉടനെ വെള്ളം വരണം. കണ്ണിൻ്റെ ഉള്ളിൽ കരണ്ട് കുടുങ്ങിയാൽ നമ്മളാണ് ആ വെള്ളം വരുത്തുന്നത്. അതേ നമ്മളെ കണ്ണിൻ്റെ അപ്പുറത്ത് വൈഫറിങ് സിസ്റ്റം, വൈഫറിങ് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കാണ്. ഒരു 1-2 മിനിറ്റ് നമുക്ക് ഒന്ന് അത് തുറന്നു വെക്കാൻ പറ്റുമോ? ഒന്ന് നോക്കുകയാണെങ്കിൽ 1 മിനിറ്റ്. ഇത് എത്രയോ കാലങ്ങളായിട്ട് വൈഫറിങ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളെ വണ്ടിന്റെ വൈഫറിങ് കുറച്ചൊക്കെ എന്താവും, അത് ഡാമേജ് ആവും, അതിന്റെ അവിടെ കംപ്ലൈന്റ് ആവും, ഇവിടെ കംപ്ലൈന്റ് ആവും. അതുപോലെ ഇതിനുള്ള ഡാമേജ് വന്നാൽ എവിടെ ഫിക്സ് തേക്കുക, എന്താ ചെയ്യുക? പക്ഷെ ഇതിങ്ങനെ അടഞ്ഞ് വൈഫറിങ് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഒരേ മൂക്കിൽ വ്യത്യസ്ത സ്മെല്ല് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന്, വ്യത്യസ്ത സ്മെല്ല്. അതിങ്ങനെ സ്മെല്ല് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും എന്തോ കരിഞ്ഞിക്കണല്ലോ. അത് കരിഞ്ഞത് ചെവിയല്ല കേൾക്കുന്നത്, മൂക്കൊണ്ടേ അറിയും. ഇങ്ങനെ ആലോചിച്ചിട്ട് പറയും ഇന്ന ഭാഗത്ത് എന്തോ സ്മെല്ലുണ്ടെന്ന്. ആരെയും കപ്പാസിറ്റി തന്നിട്ടുള്ളത്? അല്ലാഹു അക്ബർ. ആ മൂക്കിന് സ്മെല്ല് എടുത്ത് കളയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരേ നാവിൽ വ്യത്യസ്ത ടേസ്റ്റ് തന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല, ഒറ്റ നാവ് വ്യത്യസ്ത ടേസ്റ്റ്. ഒരു ഭക്ഷണം കണ്ട് കഴിച്ചിട്ട് പറയും ഇത് ഇതിൽ ഇന്നതുണ്ട് ഒറ്റ നാവില്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യത്യാസം വരുത്തിയില്ല. എത്ര ഭംഗിയാക്കിയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. മുന്നിൽ നല്ല പല്ല്, ഉള്ളിൽ ചവക്കാനുള്ള പല്ല്. അതൊന്ന് ഉൾട്ടാക്കാനെങ്കിലോ കാണ്ട ഡോക്ടറെ അടുത്ത് മുഴുവൻ പോകേണ്ടി വരും. ഒരു പല്ലൊന്നും എല്ലാ പല്ലേനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ ഡോക്ടർമാർക്ക് ഒരു സംഖ്യ കൊടുക്കുകയാണ്. എത്ര രസമാക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്. ഈ താടി വലുതാവുമ്പോൾ പല്ല് നീണ്ടുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ താടി വെട്ടി ചെറുതാക്കി പറഞ്ഞിട്ട് ഇതുവരെ ആരും എന്താക്കിയിട്ടില്ല, ലീവ് എടുത്തിട്ടൊന്നുമില്ല. ഇതുവരെ ആരും ലീവ് എടുത്തിട്ടില്ല. പക്ഷെ ഈ താടി വലുതാവും പോലെ പല്ല് നീണ്ടുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ, ഇങ്ങനെ ഫുള്ള് നമ്മൾ നഖം വലുതാവും പോലെ നമ്മൾ വിരൽ നീണ്ടുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ, ഇതിനെ മുഴുവൻ സൃഷ്ടിച്ച ഒരു അള്ളാഹു ഉണ്ട്. ഈ അള്ളാഹുമായിട്ട് അടുക്കണം. നമ്മളെ സ്വഭാവം, നമ്മളെ പെരുമാറ്റം എല്ലാം അള്ളാഹുമായിട്ടാണോ? നമ്മളെ ഇഖ്ലാസ് അള്ളാഹുവിന്റെ തൃപ്തിക്കും വേണ്ടിയിട്ടാണോ? അള്ളാഹുവിന്റെ തൃപ്തിക്കും വേണ്ടിയിട്ട് നമ്മൾ സൃഷ്ടികളെ അതൃപ്തി നേടിയാലും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താവും, സൃഷ്ടികളെ തൃപ്തിപ്പെടുത്തിക്കോളും. ഇന്ന് ആളുകൾക്ക് പേടി ഈ അള്ളാഹിന്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചാൽ, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർണ്ണമായ സുന്നത്ത് അനുസരിച്ച് ജീവിച്ചാൽ ജനങ്ങൾക്ക് പേടി ജനം എന്ത് പറയുന്നുള്ളതാണ്. ഹദീസിന്റെ ആശയത്തിലുണ്ട് ഒരാള് അള്ളാഹുവിന്റെ തൃപ്തിക്കും വേണ്ടിയിട്ട് സൃഷ്ടികളെ അതൃപ്തിപ്പെടുത്തിയാൽ,
സൃഷ്ടികളും അവനെ തൃപ്തിപ്പെടും, അള്ളാഹു അവനെ തൃപ്തിപ്പെടും. എന്നാൽ ഒരാളെ സൃഷ്ടികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹുവിനെ അതൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ കല്യാണം വന്നു, അല്ലെങ്കിൽ കച്ചവടം വന്നു, അല്ലെങ്കിൽ നമ്മളെ വേഷം കോലം ഇതെല്ലാം നമ്മൾ ഇടുമ്പോൾ നമ്മളെ കല്യാണം, കച്ചവടം, ഏർപ്പാട്, ബിസിനസ് എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ജനം ഇപ്പം എന്താ പറയാ എന്ന് കരുതിയിട്ട് ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, ജനങ്ങളെ ഇഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരാൾ അള്ളാഹുവിനെ അതൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതേ ജനവും ഓനെ അതൃപ്തിപ്പെടും, അള്ളാഹു അവനെ അതൃപ്തിപ്പെടും. അള്ളാഹു നമ്മളെ കാക്കുമാറാട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ എന്ത് കാര്യം അള്ളാഹിനെ തൃപ്തിക്കും വേണ്ടി ചെയ്യണം. ജനം എന്ത് പറയുന്നു, നാട്ടുകാരെന്ത് പറഞ്ഞു, ഇത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം മരിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ പറയും ഓൻ നല്ല ആളെയാണ്, ഓൻ മറ്റേതാണ്. മരിച്ചതിന് ശേഷം നല്ലതാന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? ഞങ്ങൾ സാധാരണ ബോംബെയിൽ ജമാഅത്ത് പോയപ്പം ഒരു ഉറുദുകാരനെ കണ്ടു. അപ്പൊ അയാളൊരു സംഭവം പറഞ്ഞു. ഒരു കഥയാണ്, ഹദീസിലുള്ളൊന്നല്ല, ഒരു കഥയാണ്. എന്നൊരു പാമ്പ് ഇങ്ങനെ പോകും, പാമ്പ് ഇങ്ങനെ പോലെ ഇങ്ങനെ പോകും. അപ്പോൾ ഒരു പൂച്ച അവനോട് പറയും, ഇന്റെ പാമ്പേ ഇജ് എത്ര കാലം ഇങ്ങനെ പോകുന്നത്, അയക്കൊന്ന് നീർന്നു പോയിക്കൂടെ അറിയും. അപ്പോ പൂച്ചൊന്നും അവനോട് പറയും. അപ്പോൾ ഒരു ദിവസം പാമ്പ് ഇങ്ങനെ കരുതി ഇനി പൂച്ചനെ ഉപദേശിക്കാൻ അവർ കൊത്തു കൊടുക്കുന്നു. അങ്ങനെ നിൽക്കേണ്ട ഇടയിൽ ആണ് 2-3 ആൾക്കാർ പാമ്പിനെ കണ്ടപ്പോൾ അടിച്ച് കൊന്നപ്പോൾ ഉണ്ട് പാമ്പ് നീർന്ന് ഇങ്ങനെ കിടക്കണം. അപ്പോൾ ഈ പൂച്ച വന്നിട്ട് തന്നെ ഇഞ്ചി നീർന്നിട്ട് എന്ത് കാര്യമുള്ളത്, എപ്പം നീർന്നെന്ന് കുറച്ച് മുമ്പ് എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ മരിച്ചു കഴിഞ്ഞ ശേഷം ആളുകളൊക്കെ നമ്മളെ പറ്റി പറയും. പക്ഷെ ജീവിച്ചിരിക്കും നമ്മുടെ അടുത്ത് അമലുകളില്ലെങ്കിൽ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മരിക്കുന്നതിന് മുമ്പ് അമലുകൾ ഉണ്ടാക്കിയെടുക്കണം. മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഉണ്ടാക്കിയെടുക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചെന്ന രീതിയിൽ ജീവിതം ഉണ്ടാക്കിയെടുക്കണം. ഇത് ഉണ്ടാക്കിയിരിക്കണം. എല്ലാ മുസ്ലിമിനെ സ്നേഹിക്കുന്ന, ഒരു മുസ്ലിമിന് വിഷമിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഒരു മുസ്ലിമിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന കഅബ പൊളിക്കുന്നതിനേക്കാൾ വലിയ തെറ്റാണ്. ഒരു മുസ്ലിമിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന കഅബ പൊളിക്കുന്നതിനേക്കാൾ വലിയ തെറ്റാണ്. ഒരു സംഭവത്തിൽ പറയുന്നുണ്ട്, ഒരാൾ വെട്ടാൻ നേരത്ത്, ഒരു സഹാബി വെട്ടാൻ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചൊല്ലി. അപ്പൊ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ ചെല്ലിയപ്പോ എന്നിട്ടും വെട്ടി. അങ്ങനെ ഈ വിവരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തെത്തി. അപ്പൊ ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് എത്തിയപ്പോ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം എത്തിയപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ എങ്ങനെ മനസ്സിലാക്കി വെച്ച്? അപ്പൊ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാറിനെ. അപ്പൊ പറഞ്ഞു, നീ അവന്റെ ഹൃദയം തുറന്നു നോക്കി വെച്ചു. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെല്ലിയിട്ടുണ്ടെങ്കിൽ ഓന്റെ ഹൃദയം പിന്നെ ചെക്ക് ചെയ്യാൻ അനുവാദം നമുക്കാർക്കും തന്നിട്ടൊന്നുമില്ല. കാരണം ഹിദായത്ത് അള്ളാഹുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ബാക്കിയുള്ള കെലിമന്റെ യാഥാർത്ഥ്യം നമുക്ക് ചെക്ക് ചെയ്യാൻ അനുവാദം മുസ്ലിമികളെ കയ്യിൽ തന്നിട്ടില്ല. ഹിദായത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാനുള്ള ഉത്തരവാദിത്തം നമ്മൾ കയ്യിൽ തന്നിട്ടുള്ളൂ. ഹിദായത്ത് നൽകുന്നവൻ അള്ളാഹു ആണ്. അതുകൊണ്ട് ഒരു മുസ്ലിം ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമ, ഓ മുസ്ലിമാണ്, നമ്മുടെ സഹോദരനാണ്. ഓ എങ്ങനെയാണോ നമ്മുടെ സഹോദരനാണ്, എങ്ങനെ നമ്മുടെ സഹോദരനാണ്. ഓൻ ചിലപ്പോൾ മോശപ്പെട്ടേക്കാം, പക്ഷെ അവന്റെ ഹൃദയത്തിൽ കലിമ ഉണ്ടെങ്കിൽ നമ്മുടെ സഹോദരനാണ്. കുറേ കടലാസ് ഉണ്ട്, അടിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതിയിട്ടൊരു കടലാസ് ഉണ്ടെങ്കിൽ അതെന്താണ്, അതെടുത്ത് വെക്കും. നമ്മൾ വെക്കൂലേ? കുറെ കടലാസ് ഇങ്ങനെ നിലത്തെടുക്കുന്നുണ്ട്, അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതിയിട്ട് ഒരു കടലാസ് ഉണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ട് വെക്കൂലേ? നമ്മൾ പോക്കറ്റിൽ വെക്കും. നമ്മളെ ചളി കിടക്കുന്ന ഇഷ്ടമില്ല. സഹോദരന്മാരെ നമ്മളെ കെലിമ ചെല്ലി നമ്മുടെ സഹോദരന്മാരെന്നെ എവിടെയുള്ളത്? മാഷാ അല്ലാഹ്, റംലാ മാസം ആണെങ്കിൽ ഉഷാറാണ്. റംലാ മാസം കഴിഞ്ഞ് മറ്റേ പെരുന്നാളും കഴിഞ്ഞിട്ട് പിന്നെ എവിടേക്കാണ് ഈ കുട്ടികൾ പോകുന്നത്? നമ്മളെ യുവാക്കൾ എങ്ങോട്ടാണ് പോകുന്നത്? ആ അവസ്ഥയിൽ മരിക്കാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് നമ്മൾ കെലിമല്ലേ മക്കളാണ് അവരെടുത്ത് അവരുടെ വായിലൂടെ എന്ത് പോയാലും അവരെന്ത് കഴിച്ചാലും പോലെ ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമയുണ്ട്. അതുകൊണ്ട് ഈ കലിമ ചൊല്ലിയ നമ്മുടെ സഹോദരന്മാരെ അടുപ്പിക്കുക. അതേപോലെ ലോകം മുഴുവനുള്ള എല്ലാ മനുഷ്യരെയും ഹിദായത്തിന് കാരണമാക്കുക. ഇത് നമ്മൾ കാരണമാക്കേണ്ടതുണ്ട്. ഈ കുറഞ്ഞ കാലം ഉറുദുക്കാർ പറയും, അമാര നാം ഉമ്മത്ത് ഹേ, അമാര കാം ദാവത്ത് ഹേ, അമാര ഗർ ജന്നത്ത് ഹേ. നമ്മുടെ പേര് ഉമ്മത്താണ്. നമ്മൾ ഉമ്മത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. നമുക്ക് വരെ ആ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ്, ഈ സി ഗ്രൂപ്പ്, ഡി ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ്, അങ്ങനെ കുറെ ഇംഗ്ലീഷ് അക്ഷരമൊന്നുമില്ല. നമ്മൾ ഉമ്മത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. സഹാബാക്കളെ കാലഘട്ടത്തിൽ 2 കൂട്ടരേ ഉള്ളൂ. ഒന്ന് മുഹാജിരികളും 2 അൻസാരികളും. മൂന്നാമതൊരു കൂട്ടരില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നബിമാരും സഹാബാക്കളെ പോലെ ആക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ ഉമ്മത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദുകർ അമാർ നാം ഉമ്മത്ത് ഹേ. ഉമ്മത്തിലാകെ 2 ഉള്ളൂ. ഒന്ന് അൻസാരികളും 2 മുഹാജിരികളും. മുഹാജിരികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ ദീന്റെ പേരിൽ മക്കത്ത് നിന്ന് മദീനത്തേക്ക് വന്ന ആൾക്കാർ, അവരാണ് മുഹാജിരികൾ. അൻസാരികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ്? അവരെ സ്വീകരിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത ആൾക്കാർ. ഖിയാമത്ത് നാൾ വരെ എത്ര തന്നെ ഉള്ളൂ. ഒന്ന് ദീന് വേണ്ടി, ദീന് ലോകം ഇവ ഉണ്ടാക്കണം എന്നതിന്റെ പേരിൽ ഇറങ്ങി പുറപ്പെട്ടു വന്ന ആൾക്കാർ, അവരാണ് മുഹാജിരികൾ. പിന്നെ
അതേസമയം അവരുടെ കൂടെ ദീന് ലോകം ഇവ ഉണ്ടാകാൻ വേണ്ടി പരിശ്രമിച്ച ആളുകൾ, അവരാണ് അൻസാരികൾ. മമ്പറന്തങ്ങൾ യമന്ന് തിരൂരങ്ങാടി എത്തുമ്പോൾ മമ്പറന്തങ്ങൾ മുഹാജിറാണ്. ഈ നാട്ടിലേക്ക് ദീൻ ഉണ്ടാകണം എന്നതിന്റെ പേരിൽ വന്ന ആളാണ്. അൻസാരികൾ ആരാണ്? തിരൂരങ്ങാടിക്കാരാണ്.